നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് തുടങ്ങുകയാണ്. സെപ്റ്റംബർ 2-ാം തീയതി ചൊവ്വാഴ്ച ഇന്ന് മുതൽ റേഷൻ വിതരണം തുടങ്ങുകയാണ്. ഓരോ റേഷൻ കാർഡുകൾക്കും എന്തെല്ലാം വിഹിതങ്ങളാണ് ലഭിക്കുക, ഓണം പ്രമാണിച്ച് ഏതെല്ലാം കാർഡിന് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്, സ്പെഷ്യൽ അരിയും വെളിച്ചെണ്ണയും മണ്ണെണ്ണയും പോലത്തെ സാധനങ്ങൾ എന്നാണ് ലഭിക്കുക, സൗജന്യ ഓണക്കിറ്റ് ഏതെല്ലാം കാർഡിനാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വെള്ള റേഷൻ കാർഡിന് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, വെള്ള കാർഡിന് ഓരോ കാർഡിനും 2 കിലോ അരി വെച്ച് 10 രൂപ 90 പൈസ എന്ന രൂപത്തിലായിരിക്കും ലഭിക്കുക. വെള്ള കാർഡുകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരിയോ മറ്റു കാര്യങ്ങളോ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഓരോ കാർഡിനും 2 കിലോ അരിയും അതുപോലെ തന്നെ 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക. ഇത് നമുക്ക് സാധാരണ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നോക്കാൻ പോകുന്നത് നീല കാർഡുകൾക്കാണ്. നമുക്കറിയാം, നമ്മുടെ കാർഡ് 4 രൂപത്തിലുള്ള കാർഡുകളാണുള്ളത്. അത് നീല കാർഡിന് ഓരോ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതും നമുക്ക് സാധാരണ ലഭിക്കുന്ന രീതിയിൽ തന്നെയുള്ളതാണ്. ഓരോ കാർഡിലെ എത്ര ആളുകളാണ് ഓരോ റേഷൻ കാർഡിൽ പേരുള്ളത്, ആ കാർഡിലെ ആളുടെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 2 കിലോ അരി 4 രൂപ നിരക്കിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ 2 കാർഡിനും സാധാരണ ലഭിക്കുന്ന രൂപത്തിലുള്ള സാധനങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. ഇത് സബ്സിഡി ഇല്ലാതെ ലഭിക്കുന്ന സാധനങ്ങളാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അനർഹമായിട്ട് റേഷൻ സാധനങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ നമ്മൾ പിന്നീട് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും തിരിച്ചടയ്ക്കേണ്ടി വരും. അർഹതയില്ലാത്ത ആളുകൾ ഈ 2 റേഷൻ കാർഡുകൾ മാത്രം കൈവശം വെക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് സബ്സിഡിയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ഓരോ കാർഡിനും നമ്മൾ വാങ്ങുന്ന രൂപത്തിലുള്ള ഫൈനുകൾ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചുവപ്പ് പിങ്ക് റേഷൻ കാർഡിനാണ്. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ആട്ടപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പോ ആയിരിക്കും 1 കിലോ ലഭിക്കുക. ബാക്കി 4 കിലോ അരിയും 1 കിലോ ഗോതമ്പോ ആട്ടയുമാണ് ലഭിക്കുക. 2 മാസമായി മണ്ണെണ്ണ വാങ്ങാത്ത ആളുകൾക്ക് ഈ ഒരു കാർഡിൽ ഇപ്പോൾ മണ്ണെണ്ണയും ലഭിക്കുന്നുണ്ട്. 3 മാസം കൂടുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് മണ്ണെണ്ണ ലഭിക്കുന്നത്. മണ്ണെണ്ണയ്ക്ക് നമ്മൾ 20 രൂപ വെച്ച് നമ്മൾ നൽകേണ്ടി വരും. ഈ 2 കാര്യങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി തന്നെയാണ് ലഭിക്കുന്നത്. ഈ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിലുള്ള ആളുകൾക്ക് സൗജന്യ റേഷൻ വിതരണം ഈ മാസവും തുടരുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഇപ്പോൾ റേഷൻ കാർഡിൽ കിറ്റുകൾ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. ഓണ കിറ്റാണ്. ഈ ആളുകൾ സൗജന്യമായിട്ടുള്ള കിറ്റുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് എത്ര കിലോ അരി ലഭിക്കുമെന്നുള്ളതാണ്. 30 കിലോ അരിയാണ് ഓരോ കാർഡിന് ലഭിക്കുന്നത്. 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. നമ്മൾ ഈ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ആളുകൾ ഉപയോഗിക്കുന്ന ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് സബ്സിഡി നിരക്കിൽ സൗജന്യമായിട്ടാണ് റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നത്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അനധികൃതമായി സാധനങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. 1000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ 2 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ, സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകൾ, എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ റേഷൻ കാർഡ് ചുവപ്പിൽ നിന്നും വെള്ളയിലേക്ക് മാറാൻ അവസരമുണ്ട്. അങ്ങനെ നമ്മൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും തിരിച്ചടയ്ക്കേണ്ടി വരും. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ റേഷൻ കാർഡിലെ ആളുകളെ ചേർക്കാനും മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേര് ഒഴിവാക്കാനും മറ്റ് കൂട്ടിച്ചേർക്കൽ നടത്താനുമെല്ലാം ഇപ്പോൾ പ്രത്യേക സമയമില്ല. എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ സാധിക്കും. മുമ്പെല്ലാം അതിന് പ്രത്യേക സമയം സർക്കാർ നിശ്ചയിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സമയം നിശ്ചയിക്കാത്തത് കൊണ്ട് തന്നെ പല സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ വഴിയാണ് ഇതെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ലഭിക്കുകയും ആ പ്രിൻ്റ് നമ്മൾ കൈവശം വെച്ച് അപ്രൂവൽ ആകുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷൻ കാർഡ് അക്ഷയ കേന്ദ്രത്തിൽ തന്നെ പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.